എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് BCom ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നവർക്ക് 6th സെമ്മിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ്. ഇതിനൊരു പ്രിസ്ക്രൈബഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കോളേജുകളിലും യൂണിവേഴ്സിറ്റി സെറ്റ് ചെയ്തിരിക്കുന്ന സിലബസിനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ പല നോട്ട്സുകളൊക്കെ ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുകയാണ് പതിവ്. അപ്പോൾ അതൊരു വീഡിയോ ആക്കിയിട്ട് ഞാനത് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആ ടേം പറയുന്ന പോലെ തന്നെ നമ്മളിതിൽ പഠിക്കുന്നത് ഫോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് വരുന്നത്, അതേപോലെ എന്തൊക്കെ ആക്റ്റുകൾ ഇതിന് ഇൻവോൾവഡ് ആയിട്ടുണ്ട്, എന്തൊക്കെ എലമെൻസുകളാണൊക്കെ ഉള്ളത്, അതിലെന്തെങ്കിലും എക്സ്ചേഞ്ച് റേറ്റിൽ ടൈപ്സുകളുണ്ട്, അങ്ങനെ ഒരുവിധം കാര്യങ്ങൾ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് എന്താണ് എന്ന് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ മാത്രം നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, വളരെ ഈസിയാണ്. വലിയ ടഫായിട്ടുള്ള ടോപ്പിക്സുകളൊന്നുമില്ല. സിമ്പിളായിട്ട് എന്താണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒരു മീനിങ്, അതിന് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഡെറിവേറ്റീവ്സ് ചെറിയൊരു ഭാഗമായിട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് മൊഡ്യൂൾസൊക്കെ ഡെറിവേറ്റീവ്സ് ആണ്. അങ്ങനെ ടോട്ടൽ 5 മൊഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾസ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ് എക്സ്ചേഞ്ച് റേറ്റ്, പിന്നെ അതിൻ്റെ എക്സ്ചേഞ്ച് കൺട്രോൾ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കുറേ ആക്റ്റുകളൊക്കെ ഉണ്ട്. അതിൽ മെയിനായിട്ട് നമുക്കുള്ളത് FERA. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എന്താണ്, പിന്നെ അതേപോലെ ഫങ്ഷൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ടൈപ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് അക്കൗണ്ട്സുകൾ. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 1 വരുന്നത്. വലിയ ഇത്രയും ടഫായിട്ടുള്ള ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതെന്താണെന്ന് മാത്രം നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഫോറിൻ ട്രേഡ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയുന്ന ടേം പോലെ എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച്, എന്താണ് ഫോറിൻ ട്രേഡ്, ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ട് അല്ലേ. ഫോറിൻ ട്രേഡ്, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച്, അതുപോലെ ഇൻ്റർനാഷണൽ ട്രേഡ്, അങ്ങനെ ഡിഫറെൻറ്റ് നെയിംസ് നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഇറ്റ്സ് എക്സ്ചേഞ്ച് ഓഫ് ദ ക്യാപിറ്റൽ, ഗുഡ്സ് ആൻഡ് ദ സർവീസസ് അക്രോസ് ദ ഇൻ്റർനാഷണൽ ബോർഡേഴ്സ് ആൻഡ് ടെറിട്ടറീസ് ബിക്കോസ് ദർ എ നീഡ് ഓർ വാണ്ട് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. നമുക്ക് ഒരു കൺട്രിക്ക് എന്താണ് നീഡായിട്ടുള്ളത്, ചിലപ്പോൾ ഗുഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിരിക്കാം, സർവീസസ് ആയിരിക്കാം, ഓക്കെ, എനിത്തിങ്. അത് നമുക്ക് നീഡഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ എവിടെയാണോ പ്രൊഡക്ഷൻ നടത്തുന്നത്, ഇങ്ങനെ 2 കൺട്രികളോ അല്ലെങ്കിൽ ഒന്നിലധികം കൺട്രീസുകളോ എന്ത് ചെയ്യുന്നു, അത് ഇമ്പോർട്ട് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. സോ ദർ ഇസ് എ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ഫോറിൻ ട്രേഡ്, ദാറ്റ് ഈസ് എക്സ്പോർട്ട് ട്രേഡ് ആൻഡ് ഇമ്പോർട്ട് ആൻഡ് ഫൈനലി എൻട്രാപ്രോട്ട്. നിങ്ങൾക്ക് എക്സ്പോർട്ട് എന്താണെന്ന് അറിയാം. എക്സ്പോർട്ട് എന്താണ്, ഇപ്പോൾ ഒരു കൺട്രിക്ക് സഫീഷ്യൻ്റ് ആയിട്ട്, ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പൈസസ് അല്ലേ. സ്പൈസസിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു കൺട്രി കൂടിയാണ് നമുക്ക് ഇന്ത്യ. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അത് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഉപയോഗിച്ച് ബാക്കി എക്സസ് ആയിട്ടുള്ള അവരെന്ത് ചെയ്യുന്നു, അത് ബാക്കിയുള്ള കൺട്രിയിലേക്ക് നമ്മളത് കയറ്റി അയക്കണം. അതിനാണ് നമ്മളെന്ത് പറയുക, എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോൾ ഇന്ത്യക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ കുറച്ച് വീക്കായിരിക്കും, അല്ലെങ്കിൽ അത് നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ ടെക്നോളജി എനിത്തിങ് അത് എന്തെങ്കിലും ആവട്ടെ, അവരെന്ത് ചെയ്യുന്നു, ഇന്ത്യ വേറെ എവിടെയാണോ ആ ഒരു ടെക്നോളജിയോ അല്ലെങ്കിൽ സർവീസസോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഗോൾഡ് പറയുകയാണെങ്കിൽ, ഗോൾഡിൽ നമുക്ക് എവിടെ അതിൻ്റെ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇവിടെ കുറവാണ്. പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡയമണ്ട്സ്, അത് ആഫ്രിക്കയിലാണ് കൂടുതലുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവർ ഇന്ത്യ ആഫ്രിക്കയെ അപ്രോച്ച് ചെയ്യുന്നു, അത് ഇവർ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ് പറയുന്നത്, നീഡഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ അല്ലെങ്കിൽ എവിടെയാണ് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇമ്പോർട്ടും എക്സ്പോർട്ടും നടക്കുന്നത്. ഇനി അടുത്തൊരു എലമെൻ്റ് ആണ് ഏത്, എൻട്രാപോർട്ട് ട്രേഡ്. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എൻട്രാപോർട്ട് എന്താണെന്നുള്ളത്. ഇന്ത്യക്ക് സ്റ്റീൽ, ഇഫ് ഇന്ത്യ ഇമ്പോർട്ട്സ് സ്റ്റീൽ ഫ്രം തായ്ലാൻഡ്, എന്താണ് ചെയ്യുന്നത്, ആദ്യം ഇന്ത്യ സ്റ്റീല് തായ്ലാൻഡിൽ നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇന്ത്യ അതെന്ത് ചെയ്യാണ്, അതിന് പ്രോസസ്സ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എഗെയിൻ എവിടെയാണോ ഈ ഒരു ഇതിന് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റീലിന് ഡിമാൻഡ് ആകുന്ന വേറെ ഏതെങ്കിലും കൺട്രീസിലേക്ക് നമ്മളത് എക്സ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് എൻട്രാപോർട്ട് ട്രേഡ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു വേറൊരു കൺട്രിയിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ ഇവിടേക്ക് ഇറക്കുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു, അതിന് നമ്മൾ റീപ്രൊഡക്ഷൻ നടത്തി അല്ലെങ്കിൽ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കൺവേർട്ട് ചെയ്തിട്ട് മറ്റൊരു കൺട്രിയിലേക്ക് നമ്മളത് എക്സ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, റീ എക്സ്പോർട്ട് ചെയ്യണം. ആ ഒരു പ്രോസസ്സാണ് എന്ത്, എൻട്രാപോർട്ട് ട്രേഡ്. അപ്പോൾ 3 എലമെൻ്റാണ് ഫോറിൻ ട്രേഡിൽ വരുന്നത്, എക്സ്പോർട്ട്, ഇമ്പോർട്ട് ആൻഡ് എൻട്രാപോർട്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇൻ്റർനാഷണൽ ട്രേഡ്.
ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങൾക്ക് സ്വയം വാക്കുകളിലേക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾക്കത് ഫെമിലറാണ് ടേമുകൾ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? സെപ്പറേഷൻ ഓഫ് ദ ബയേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു ഓൺട്രപ്രണർ ആവണം. ഒരു ഫോറിൻ ട്രേഡ് നമുക്ക് പല രീതിയിൽ ഒരു ബിസിനസ് ഫീൽഡിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്കൊരു മികച്ച രീതിയിൽ നമുക്കൊരു നല്ലൊരു ഓൺട്രപ്രണർ ആവണം, അല്ലെങ്കിൽ ബിസിനസ് ആവണം, നമ്മുടെ കമ്പനി നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയൊക്കെ വരുന്നതിനായിട്ട് നമുക്ക് ഇത് ഈ ഒരു ഫോറിൻ ട്രേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട് നമ്മുടെ കേരളത്തിൽ വളരെ സുലഭമായൊരു ഐറ്റമാണ്. അത് പല കമ്പനികളും അതെന്ത് ചെയ്യുന്നുണ്ട്, അതിനെ റീപ്രൊഡക്ഷൻ നടത്തി ചക്ക ഒരു ചുള എന്ന് മാത്രം ഉപരി അതല്ല, അതിൽ പല പ്രൊഡക്റ്റുകളും അവരെന്ത് ചെയ്യുന്നു, ചിലപ്പോൾ ഹൽവ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്നാക്സ് ആയിട്ടായിരിക്കാം, അങ്ങനെ ഡിഫറെൻറ്റ് ഫോമിലേക്ക് ഒരു പ്രൊഡക്റ്റിനെ അവർ കൺവേർട്ട് ചെയ്ത് പല സ്ഥലങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബയർ പ്രൊഡ്യൂസർ എന്നൊരു ഡിഫറൻസിയേഷന് ഈ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫോറിൻ കറൻസി, നമുക്കറിയാം ഫോറിൻ കറൻസിയുടെ വാല്യൂ വളരെ കൂടുതലാണ് നമ്മൾ ഇന്ത്യൻ റുപ്പിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ആ ഒരു ഫോറിൻ കറൻസി ഏൺ ചെയ്യാനായിട്ട് ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് തന്നെയാണ്. അടുത്തതാണ് റെസ്ട്രിക്ഷൻസ്. നമുക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പോൾ ഫോറിൻ ട്രേഡ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് വേണം, എന്നാലാണ് നമ്മൾ അതനുസരിച്ച് ഫോളോ ചെയ്ത് പോകുള്ളൂ. ആ റെസ്ട്രിക്ഷൻസ് ഓരോ ഗവൺമെൻറ്റുകളും അതാത് കൺട്രികളിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡിനെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ ടാക്സ് അവർ ഇമ്പോസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചിലപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഭാഗമാണ്. അടുത്താണ് നീഡ് ഫോർ ദ മിഡിൽ മാൻ. നമുക്ക് ഒരാൾ വിചാരിച്ചു, ഇപ്പോൾ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതെനിക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഗൾഫ് കൺട്രീസിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏഷ്യൻ കൺട്രീസിൽ എവിടേക്കെങ്കിലും എനിക്ക് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് കാര്യത്തിനായാലും നമുക്ക് ഒരു സെക്കൻഡ് ഏജൻറ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ മാൻ്റെ നമുക്ക് ആവശ്യം വരും അല്ലേ. ചിലപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കറൻസീനെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവിടുത്തെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് കാര്യം ചെയ്യും, ഇമ്പോർട്ടായോ എക്സ്പോർട്ടാവും എനിത്തിങ്, അതിനൊരു മിഡിൽ മാൻ ഉണ്ടാവും. കൂടുതലുമായിട്ട് വരുന്നത് ബാങ്കുകളാണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മിഡിൽ മാൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് റിസ്ക് എലമെൻറ്റ് അല്ലേ. എന്ത് കാര്യം ചെയ്യണം നമുക്ക് റിസ്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അബ്രോഡിലേക്കാണ് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലേക്കാണ് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കവിടെ റിസ്ക് ഉണ്ടാവാം. ചിലപ്പോൾ പൊളിറ്റിക്കൽ റിസ്ക് ആയിരിക്കാം, മാർക്കറ്റ് റിസ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ കറൻസി റിസ്ക്. കാരണം എക്സ്ചേഞ്ച് റേറ്റിൽ എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്യാം അല്ലെ. എപ്പോഴും നമുക്ക് സ്റ്റഡി ആയിട്ട് ഒരു ഡോളറിൻ്റെ വാല്യൂ ഇത്ര രൂപയാണ് എന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് തന്നെയാണ് മുന്നോട്ട് പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് കണ്ടീഷൻസിൽ വരുന്ന ആ ഒരു ഫ്ലക്ച്വേഷൻസ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിനെ നമുക്ക് എഫക്റ്റ് ചെയ്യാം. അത് നമ്മുടെ എൻറ്റയർ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ എൻറ്റയർ ആ ഒരു ട്രേഡിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കോവിഡ് എന്ന ഒരു വലിയൊരു ക്രൈസിസ് വന്ന പാൻഡമിക് സിറ്റുവേഷനിൽ എല്ലാ കൺട്രിക്കും ഒരേപോലെ അതാണ് എഫക്റ്റ് ചെയ്തത്. അത് ഓരോ ഇൻഡിവിജ്വൽ ബിസിനസ്സുകൾക്കും ഫേമുകൾക്കും കമ്പനികൾക്കൊക്കെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റിസ്ക് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ദി ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡ്. നെക്സ്റ്റ്, ദ ലോ ഓഫ് കമ്പാരിറ്റീവ് കോസ്റ്റ്. ഇതൊരു ലോയാണ്. ഈ ലോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഇപ്പോൾ ഇന്ത്യക്ക് ഏതാണോ സഫീഷ്യൻ്റ് ആയിട്ടുള്ളത് അതിലായിരിക്കും അവർക്ക് കൂടുതൽ കോസ്റ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ പറയണം, സ്പൈസസ് ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ള ഒരു ഐറ്റം എന്ന് വിചാരിക്കുക. ഒരു ഗുഡ്സ് ഇഷ്ടംപോലെ ഉണ്ട്, അതിലൊരു ഐറ്റം മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതിൽ അവർക്ക് എന്തുണ്ട്, ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അവർക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് ഓരോ കൺട്രീസും. അതേപോലെ മറ്റൊരു കൺട്രിക്ക് അതിൻ്റേതായിട്ടുള്ള ചിലപ്പോൾ ഏതെങ്കിലും സർവീസസ് ആയിരിക്കും. ഇപ്പോൾ ജപ്പാൻ നോക്കാൻ, ജപ്പാൻ്റെ ഹൈ ടെക്നോളജിയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ചിലപ്പോൾ ഇതിനത്രത്തോളം വരാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, ഇന്ത്യ ജപ്പാനെ എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം, കാരണം ആ ടെക്നോളജി നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് കൺട്രികൾക്കും എന്തുണ്ട്, ഇപ്പോൾ ജപ്പാൻ എന്ത് വേണ്ടി വരാം, ചിലപ്പോൾ സ്പൈസസ് വേണ്ടി വരാം. ഇപ്പോൾ രണ്ട് പേർക്കും പല ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് കൺട്രീസിനും എന്താണ് വരുന്നത്, ഒരു കമ്പാരിറ്റീവ് കോസ്റ്റ് ബെനിഫിറ്റ് ആണ് വരുന്നത്. ഓക്കെ, അതാണ് ഈ ടേം പറയുന്നത് ലോ. ഈക്വൽ ആയിരിക്കും അവർക്ക് വരുന്നുണ്ട്. കാരണം ഇന്ത്യക്കാണെങ്കിൽ ടെക്നോളജി വേണം, ജപ്പാൻ ആണെങ്കിൽ എന്താണ് സ്പൈസസ് വേണം. അപ്പോൾ ഇവർ എന്ത് ചെയ്യും, ഈ രണ്ട് കൺട്രികളും ഒരു അഗ്രിമെൻറ്റിലേക്ക് എൻട്രി, അവിടെയാണ് വരുന്ന ടേം, ദാറ്റ് ഇസ് കമ്പാരിറ്റീവ് കോസ്റ്റ്. അടുത്തതാണ് ഗവൺമെൻറ് കൺട്രോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസ് ഗവൺമെൻറ് കൺട്രോളിൻ്റെ ഭാഗമായിട്ടാണ്.
എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്പോർട്ടും ചെയ്യാനും പറ്റില്ല. അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇൻ്റർനാഷണൽ ട്രേഡ് കണ്ടക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ ട്രേഡ് ഒരു ഓവർവ്യൂ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതിലേക്ക് നമ്മൾ കിടക്കുന്ന ഒരു ടേമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, എന്താണ് എക്സ്ചേഞ്ച് റേറ്റ്? ഇറ്റ്സ് എ റേറ്റ് അറ്റ് വിച്ച് വൺ കറൻസി വിൽ ബി എക്സ്ചേഞ്ച്ഡ് ഫോർ ദ അനദർ കറൻസി ദാറ്റ് എഫക്ട്സ് ദ ട്രേഡ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ദ മണി ബിറ്റ്വീൻ ദ കൺട്രീസ്. അല്ലേ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ ട്രേഡ് നടത്താണ്. ഓക്കെ, അവരുടെ ഫോറിൻ കറൻസി എന്നാണ്, അതിലായിരിക്കും ആ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു കറൻസി എന്തായിട്ട് മാറും, ഒരു മീഡിയേറ്റർ ആയിട്ടായിരിക്കും എപ്പോഴും ഡീൽ ചെയ്യുന്നത്. കാരണം അതിനനുസരിച്ചിട്ടാണ് നമ്മളെപ്പോഴും ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സോ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്? വൺ കറൻസി വിൽ ബി എക്സ്ചേഞ്ച്ഡ് ഫോർ ദ അനദർ കറൻസി. ഓക്കെ, ഇപ്പോൾ പറയുകയാണെങ്കിൽ യെൻ ആൻഡ് ഡോളർ, അതേപോലെ തന്നെ റുപ്പി, അതേപോലെ തന്നെ ഡോളർ. ഓക്കെ, അങ്ങനെ പല രീതിയിലും അത് എന്താണ്, ഓരോ കറൻസികളുടെ അല്ലെങ്കിൽ ഓരോ കൺട്രീസിൻ്റെയും കറൻസികളെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ദ എക്സ്ചേഞ്ച് റേറ്റ് ആർ ഇമ്പാക്റ്റഡ് ബൈ ദ ബോത്ത് ഡൊമസ്റ്റിക് കറൻസി വാല്യൂ ആൻഡ് ഫോറിൻ കറൻസി വാല്യൂ. നമുക്ക് ഒരു ഡൊമസ്റ്റിക്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പിക്ക് മാത്രമല്ല അതിൻ്റെ എഫക്റ്റ് വരിക, ഏത് കൺട്രി ആയിട്ടാണോ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് ആ കറൻസിക്ക് അടക്കം എഫക്റ്റ് വരും. ഓക്കെ, ചിലപ്പോൾ കറൻസിയുടെ വാല്യൂ കൂടാം, അല്ലെങ്കിൽ കറൻസിയുടെ വാല്യൂ കുറയാം. ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ്, രണ്ട് കൺട്രീസിൻ്റെയും കറൻസികൾ തമ്മിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുക. അതിന് ആ ഒരു റേറ്റ് ഉണ്ടായിരിക്കും, ഒരു എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ചെയ്യുന്നത്. ഇനി ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് ഇന്ത്യൻ റുപ്പിയിലേക്ക് നോക്കുമ്പോൾ ഓരോ ഡോളർ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ യൂറോ ഡോളർ പൗണ്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ കറൻസീസിൽ നമ്മൾ ഇമ്പോർട്ടൊക്കെ ചെയ്യാറ്. കാരണം എക്സ്ചേഞ്ച് റേറ്റ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയാണ്, ഇറ്റ്സ് നോട്ട് നീഡഡ്. ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് എ ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോൾ. എന്താണ് ഒരു കൺട്രോൾ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഒരു എക്സ്ചേഞ്ച് ആണെങ്കിൽ നമുക്കൊരു ഫോറിൻ എക്സ്ചേഞ്ച് റെസ്ട്രിക്ഷൻസ് വരും. ഗവൺമെൻറ്റാണ് അത് സെറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ്, എന്തൊക്കെ റൂളുകളാണ്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളത് എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു ഗവൺമെൻറ് ഫ്രെയിം ഔട്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആക്റ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് 1973. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഫെറയും അതുപോലെ തന്നെ ഫെമ ഇതൊക്കെ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉണ്ടാവാറില്ല. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇയർ നോട്ട് ചെയ്യുക. എന്താണ് 1973? വാട്ട്സ് എ ഫുൾ ഫോം? ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. ഇത് എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ഇത് നമ്മുടെ ആദ്യമായിട്ട് ഫോറിൻ എക്സ്ചേഞ്ചിന് ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അതിന് പ്രൊമോട്ട് ചെയ്യണം, റെഗുലേറ്റ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആക്റ്റാണ് ഇത്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് 1973 അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയുള്ള എന്താണ് ഇസ് എയിം ടു ദ കൺട്രോൾ ദ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലിങ്സ് ആൻഡ് കൺസേർവ് ദ ഫോറിൻ എക്സ്ചേഞ്ച് ഇൻ ദ കൺട്രി. റെഗുലേറ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, ഇതിനൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ഫെറ നമുക്ക് നോക്കാം. The RBI grant the permission to any person or the corporation to deal in a foreign exchange. ആർക്ക് വേണമെങ്കിലും നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ചിൽ നമുക്ക് ഇൻവോൾവ് ആയിരിക്കാം. അതിൽ ഇന്ന വ്യക്തിക്ക് മാത്രമേ ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഗവൺമെൻറ് അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട്. ദ സെക്കൻഡ് വൺ ഈസ് ദ RBI പെർമിറ്റ് ദ ഡീലേഴ്സ് ടു ട്രാൻസാക്ട് ഇൻ എ ഫോറിൻ കറൻസീസ് സബ്ജക്ട് ടു ദ റിവ്യൂ ആൻഡ് ദ ക്യാൻസലേഷൻ ഇൻ ദ ഇവൻറ്റ് ഓഫ് ദ നോൺ കംപ്ലയൻസ്. നമ്മളെപ്പോഴും ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത് ഫോറിൻ കറൻസീസിലാണ്. അതിൻ്റെതായ കുറേ റിക്വയർമെൻറ്റ്സും റെഗുലേഷൻസ് ഉണ്ട്. അത് ഫോളോ ചെയ്തിട്ട് വേണം നമ്മളൊരു ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട്. The money changers are permitted to convert currencies at the rate set by the RBI. ഇപ്പോൾ നമ്മൾ ഒരാൾ ഫോറിൻ എക്സ്ചേഞ്ചിൽ ജോയിൻ ചെയ്തു. അപ്പം ഞാൻ ഒരു കമ്പനി എക്സ് എന്ന് പറഞ്ഞ കമ്പനി കുറച്ച് ഐറ്റംസുകൾ എക്സ്പോർട്ട് ചെയ്തു. ഓക്കെ, ആ എക്സ് എന്ന കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോറിൻ എക്സ്ചേഞ്ചിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനുള്ള മണി ചേഞ്ചേഴ്സ് ഉണ്ട്. നമ്മൾ മണി എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു ഇല്ലേ, അവർക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അത് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. അത് RBI റൂൾ ഔട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫോറിൻ കറൻസീസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്തതാണ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഓൺ ദ കറൻസീസ്.
അതായത് എല്ലാ കറൻസീസിലും നമുക്ക് ഒരിക്കലും എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യാൻ പറ്റില്ല. അതിനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പെർമിറ്റ് ചെയ്തിരിക്കുന്ന കറൻസീസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ഇന്ന കൺട്രീസിലേക്ക് മാത്രമേ നമുക്ക് എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതൊരു ടെററിസത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ അതൊക്കെ പലതിലും പല കാര്യങ്ങൾക്കും ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഫെമ വന്നതോടുകൂടിയാണ്. അതുവരെയൊക്കെ നമുക്ക് കുറച്ചും കൂടി ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇനി ആയിരുന്നു. Okay, and the next one is a person other than authorized dealers are prohibited from the engage in the financial currency transactions. RBI ഫ്രെയിം ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ലീഗൽ പൊസിഷനാണ് ഓതറൈസ്ഡ് ഡീലേഴ്സ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ, ഇമ്പോർട്ടും എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറൻസീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് RBI റെഗുലേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറയുന്ന ടേമാണ് എന്ത്, ഓതറൈസ്ഡ് ഡീലേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഓതറൈസ്ഡ് പേഴ്സൺ, അങ്ങനെ കുറച്ച് ടേംസുകളൊക്കെ ഉണ്ട്. അവർക്ക് മാത്രമേ അതിലേക്ക് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്താണ് ഓതറൈസ്ഡ് ഡീലേഴ്സ്, ഓതറൈസ്ഡ് പേഴ്സൺ ഒക്കെ. ഓക്കെ, the next one is the issue of the various securities in a subject to the several restrictions. നമുക്ക് ബാക്കിയുള്ള കൺട്രികളിലൊക്കെ അല്ലെങ്കിൽ ഗവൺമെൻറ്റ്സിൻ്റെ ഒക്കെ സെക്യൂരിറ്റീസുകൾ, ബോണ്ടുകളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷനൊക്കെ ഉണ്ടായിരുന്നു. അതിനും ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത്ര എമൗണ്ടിൻ്റെ ഇന്ന കൺട്രീസിൻ്റെ ഒക്കെ ഇത്ര ടൈം പീരീഡ്, അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് ബൈയിങ് ഇഷ്യൂ ചെയ്യാനൊക്കെ പറ്റും. ഔട്ട്സൈഡ് ഇന്ത്യ ദർ ആർ ദ റെസ്ട്രിക്ഷൻസ് ഓൺ ദ ഓയിങ് ഓർ എക്വയറിംഗ് ദ ഇമ്മൂവബിൾ അസെറ്റ്സ്. ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഏതെങ്കിലും കമ്പനികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രീസിൻ്റെയോ നമ്മൾ ഇമ്മൂവബിൾ ആയിട്ടുള്ള അസെറ്റ്സുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്വയർ ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് അതിന് അവർ റൂൾ ഔട്ട് ചെയ്യുന്നുണ്ട്. ഇത്ര ക്യാപിറ്റൽ എമൗണ്ട് ഇത്ര പീരീഡിനായിരിക്കണം, ഇന്ന റേഞ്ചിൽ വരുന്നതായിരിക്കണം, അങ്ങനെ പറയുന്ന റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ഫോളോ ചെയ്യണമായിരുന്നു. അടുത്താണ് പേയ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് വെൻ സെൻഡിങ് റിസീവിങ് ദ മണി ഫ്രം ടു ദ നോൺ ഇന്ത്യൻ റെസിഡൻറ്റ്. NRIകൾക്കൊക്കെ ഫണ്ട് റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. Next, the RBI authority requests the information and confiscate the documents whenever, wherever is needed. ഇനി ഏതെങ്കിലും സിറ്റുവേഷനിൽ RBI പറയുന്ന ടൈം പീരീഡിനുള്ളിൽ ഓരോ കമ്പനികളുടെയും അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഡീറ്റെയിൽസ്, ഡാറ്റാസൊക്കെ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഫെറയുടെ ഭാഗമായി വന്നിട്ടുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ഫെറ, അതേപോലെ തന്നെ ഫീച്ചേഴ്സ്, ഓക്കെ, ഇതൊന്ന് പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് ഫെമ. വളരെ ഫെമ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും ഈ പറഞ്ഞ ഫെമയും ഫെറയ്ക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫെറ വന്നിരിക്കുന്നത് എന്താണ്, 1973 നമ്മൾ പഠിച്ചു. ഇവിടെ ഫെമ, ദാറ്റ് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ്. അവിടെ ഫെറ എന്ന് പറയുന്നത് റെഗുലേഷൻ ആയിരുന്നു. ഇവിടെ വരുന്നത് എന്താണ്, മാനേജ്മെൻറ്റ് ആക്ട് ആണ്. ഓക്കെ, 1999 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഫെറയെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. Okay, the FERA was replaced in the 1990s by the government and replaced by the Foreign Exchange Management Act. അത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ലിബറലൈസ്ഡ് ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോൾ ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. കുറച്ചും കൂടി ഈസി ആക്കുക. കാരണം ഫെറയിൽ കുറച്ചും കൂടി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, റെഗുലേറ്ററി ബോഡി ആയതുകൊണ്ട് തന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസും ഒക്കെ ഉള്ളത് കൊണ്ട് അതിനൊന്ന് അബോളിഷ് ചെയ്ത് കുറച്ചും കൂടി മാനേജ്മെൻറ്റ് ഫോമിലേക്കാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. 1999 ആണ് ഇതിൻ്റെ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഫെമ? ദ ഫസ്റ്റ് വൺ ഈസ് ടു ഫെസിലിറ്റേറ്റ് ദ എക്സ്റ്റേണൽ ട്രേഡ് ആൻഡ് പേയ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ഇൻസൈഡ് ഇന്ത്യയിൽ ഉപരി ഔട്ട്സൈഡായിട്ട് നമുക്ക് നടക്കുന്ന പല എക്സ്ചേഞ്ചുകളുണ്ടായിരുന്നു, ഫോറിൻ എക്സ്ചേഞ്ചുകൾ. ഓക്കെ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, അതിൻ്റെ ട്രേഡും അതേപോലെ പേയ്മെൻറ്റും കുറച്ചും കൂടി സ്മൂത്തായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ടു കൺസേർവ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ. കാരണം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്ക്ക് ഭയങ്കര വാല്യൂ ആണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ഫോറിൻ കറൻസീസ് അവരുടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഫോറിൻ കൺട്രീസിലുള്ള കറൻസീസിന് ഭയങ്കര വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ കൂടുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടി ലിബറലൈസ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു ലിമിറ്റ്, വളരെ ലിമിറ്റഡ് പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിനൊക്കെ നമുക്ക് ഒരു പെർസെൻറ്റേജ് ലെവലൊക്കെ അവർ കൂട്ടിയിട്ടുണ്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അതിപ്പോൾ ഗവൺമെൻറ് മാത്രമല്ല, ഏതെങ്കിലും കട്ട്ബോത്ത്നെസ് ഉള്ള ഏതെങ്കിലും ബിസിനസ് പേഴ്സണൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, ഏത് വ്യക്തികൾക്ക് വേണമെങ്കിലും റിസർവുകൾ അവർക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ടു പ്രൊമോട്ട് ഓർഡർലി ദ ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ചിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിനൊന്ന് സ്മൂത്തൻ ചെയ്യാനായിട്ട് അവർക്ക് ഏതെങ്കിലും ആക്റ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പോളിസീസൊക്കെ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടു കംപ്ലൈ വിത്ത് ദ ഇൻ്റർനാഷണൽ ഒബ്ലിഗേഷൻസ്. ഇത് റെസ്ട്രിക്ഷൻസിൻ്റെ ഭാഗമാണ്. കാരണം നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ട്.
അല്ലെങ്കിൽ ഓരോ കൺട്രികളും പറയുന്ന റെസ്ട്രിക്ഷൻസ് എന്താണ് അത് നമുക്ക് ഫോളോ ചെയ്യാൻ തന്നെ പറ്റണം. ഓക്കെ, അടുത്ത ടേമാണ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്. ഇത് രണ്ട് അക്കൗണ്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, നിങ്ങൾ കേട്ടിട്ടായിരിക്കും BOP, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ടേമുകളാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എലമെൻസുകളാണ് ഇതൊക്കെ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനും ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷനും. ഇത് നമ്മൾ മൊഡ്യൂൾ 3 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിൽ ജസ്റ്റ് എന്താണെന്ന് മാത്രം നമ്മൾ നോട്ട് ചെയ്യാം. അതായത് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ്, അതിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതിൻ്റെ പേയ്മെൻറ്റ്, അതിൻ്റെ സെറ്റിൽമെൻറ്റ്, ഓക്കെ, അതുപോലെ തന്നെ റെമിറ്റൻസ്, ഇതൊക്കെ വരുന്നതാണ് ഏത് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഓരോ കൺട്രികൾ തമ്മിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ്, റെമിറ്റൻസ്, പേയ്മെൻറ്റുകൾ, ഇതൊക്കെ കറണ്ട് അക്കൗണ്ടാണ് നമ്മൾ കാണിക്കുന്നതാണ്. അടുത്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഫിനാൻഷ്യൽ അസറ്റ്സുകൾ നമ്മൾ അക്വയർ ചെയ്യാണ്, അല്ലെങ്കിൽ ഫോറിൻ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും കറൻസീസുകളോ അല്ലെങ്കിൽ റിസർവുകളോ നമ്മൾ കീപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന അക്കൗണ്ടാണ് ഇത് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് BOP എന്ന് പറഞ്ഞ മൊഡ്യൂൾ 3 നമ്മൾ പഠിക്കും. ജസ്റ്റ് ഇത് എന്താണെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അടുത്തതാണ് ടു പ്രിവെൻറ്റ് ഇൻലീഗൽ ആക്ടിവിറ്റീസ്. കാരണം ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് RBIയുടെ റൂൾസും റെഗുലേഷൻസ് എല്ലാം വയലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പല വ്യക്തികളും അല്ലെങ്കിൽ കൺട്രികളും ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ ഓക്കെ, അങ്ങനെയുള്ളത് വരുമ്പോൾ അത് അതിൻ്റേതായ ആക്ഷൻസുകളും അതേപോലെ തന്നെ പണിഷ്മെൻറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അതിനൊക്കെ എന്താണ് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചില പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള പല പ്രൊഡക്റ്റുകളുണ്ടായിരിക്കും അല്ലേ, ഇപ്പോൾ ഡ്രഗ്സിൻ്റെ കേസുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അത് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റികളാണ്. ഓക്കെ, അപ്പോൾ ഇൻലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെതിരെ ആക്ഷൻസ് എടുക്കുക, അതിന് പ്രിവെൻറ്റ് ചെയ്യുക. ഇതൊക്കെ ആരുടെ ഒബ്ജക്റ്റീവ്സ് ആണ്? ഫെമയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് ഫീച്ചേഴ്സ് ഓഫ് ദ ഫെമ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്താൽ എഴുതിയാൽ മതി. കാരണം നമുക്കിതിന് വലിയ ഡീറ്റെയിൽസിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കുക. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് ആ പോയിന്റ് ഔട്ട് നിങ്ങളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. അടുത്തതാണ് ഫീച്ചേഴ്സ് ഓഫ് ദി ഫെമ. ഓക്കെ, ഫെമയുടെ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞു. അതിനനുസരിച്ച് തന്നെയാണ് നമുക്ക് ഫീച്ചേഴ്സും വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് എ കോംപ്രഹെൻസീവ് റെഗുലേഷൻസ്. നമ്മൾ പറഞ്ഞു ഫെമ വന്നിരിക്കുന്നത് ഫെറയെ റിമൂവ് ചെയ്തിട്ടാണ്. അതായത് ഫെറയിൽ കുറച്ചും കൂടി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം എക്സ്പോർട്ടിന് ഇമ്പോർട്ട് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡിനൊന്നും അധികം പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയുള്ള പല ലിമിറ്റേഷൻസ് ഒക്കെ കുറവായിരുന്നു, ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് എന്ന രീതിയിൽ ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡിനെ ഹെൽപ്പ് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. അതിനൊക്കെ ഭാഗമായിട്ട് വന്നാണ് ഈ ഫെമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോംപ്രഹെൻസീവ് റെഗുലേഷന് ഭാഗമാണ് ഈ ഫെമ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓതറൈസ്ഡ് പേഴ്സൺ, ഇതെല്ലാം വ്യക്തികൾക്കും നമുക്ക് എന്ത് പറ്റില്ല, ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ചിൽ കൺവേർട്ട്, അതായത് കറൻസീസ് കൺവേർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവർക്ക് മാത്രമേ ഈ ഓതറൈസ്ഡ് പേഴ്സൺ എന്ന രീതിയിൽ ഫോറിൻ കറൻസീസ് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ റെസ്ട്രിക്ഷൻസ് ഓൺ ദ സർട്ടൈൻ ട്രാൻസാക്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടു പ്രിവെൻറ്റ്, ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു ടു പ്രിവെൻറ്റ് ഇൻലീഗൽ ആക്ടിവിറ്റി, ഒരു ഒബ്ജക്റ്റീവാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഓരോ കൺട്രികളുണ്ട് കേട്ടോ, ഓരോ കൺട്രികൾക്ക് അവരുടേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, അതിനപ്പുറം നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള ഒബ്ലിഗേഷൻ ഉണ്ട്, അല്ലെങ്കിൽ പണിഷ്മെൻ്റ് ആവാം. ഓക്കെ, അവരെന്താണോ ഗവൺമെൻറ് പറയുന്നത് അതനുസരിച്ച് നമ്മൾ ഫൈനോ അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട് ഓൺ ദ സർട്ടൈൻ ട്രാൻസാക്ഷൻസ്. അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസമാണ് ലിബറലൈസേഷൻ ഓഫ് ദി റെഗുലേഷൻസ് ആൻഡ് പവർ ഓഫ് ദ ഗവൺമെൻറ് കൺട്രോൾ. സെൻട്രൽ ഗവൺമെൻറ്, ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ്റാണ് മെയിൻ കൺട്രോൾ അല്ലെങ്കിൽ പവർ ഉള്ളത്. അവരാണ് അല്ലെങ്കിൽ RBI, ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് റെസ്ട്രിക്ഷൻസുകൾ, എന്തൊക്കെയാണ് റെഗുലേഷൻസ് വേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്, അതിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോളിസീസ് ഒക്കെ ഫ്രെയിം ഔട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ RBI. ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതോറിറ്റീസ് ആൻഡ് ഓണർഷിപ്പ് ഓഫ് ദ ഫോറിൻ അസറ്റ്സുകൾ അല്ലെങ്കിൽ ഫോറിൻ ഇമ്മൂവബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റ്സുകളൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, ആ അസറ്റുകളെല്ലാം നമുക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ റെഗുലേഷൻസ് ഉണ്ട്. ഓക്കെ, ഇത്ര എമൗണ്ടിൻ്റെ ക്യാപിറ്റൽ, ഇത്ര ടൈം പീരീഡ്, ഇത്രത്തോളം നമുക്ക് റോയാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നൊക്കെ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ്. സിമ്പിളാണ്. എന്താണ് ഫെമ, ഇയർ നോട്ട് ചെയ്ത് വയ്ക്കുക, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫീച്ചേഴ്സ്.
അടുത്തൊരു ഭാഗമാണ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഭാഗത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ ഇങ്ങനെ 2 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാം. ചിലപ്പോൾ അതൊരു 5 മാർക്കിനോ 10 മാർക്ക് വരെ നമുക്ക് ചോദിക്കാൻ ചാൻസസ് ഉള്ളതാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓതറൈസ്ഡ് പേഴ്സൺ, ഓതറൈസ്ഡ് ഡീലർ, ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ഓതറൈസ്ഡ് മണി ചേഞ്ചേഴ്സ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ഏജൻസികൾ. അപ്പോൾ നമുക്കത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ്, അതൊക്കെ നമുക്കിനി നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഓതറൈസ്ഡ് പേഴ്സൺ. ഇറ്റ്സ് എ പേഴ്സൺ ഹു ഈസ് ഓതറൈസ്ഡ് ബൈ ദി RBI ടു ദ ഫോറിൻ എക്സ്ചേഞ്ച്. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ പറയുന്നവരാണ് നമ്മൾ ഓതറൈസ്ഡ് പേഴ്സൺ. അവർക്ക് മാത്രമാണ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എക്സ് എന്ന കമ്പനിക്ക് ഫോറിൻ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞ് RBI എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യും. അവർ പറയുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, ചിലപ്പോൾ എന്താണ് പ്രൊഡക്റ്റ്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി, ഇതൊക്കെ അല്ല എവിടേക്കാണ് നിങ്ങൾ അത് ഏത് കമ്പനിക്കാണ്, അല്ലെങ്കിൽ ഓരോ കൺട്രീസിൽ ഓരോ ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള കമ്പനികളുണ്ടായിരിക്കും, അവർക്കായിരിക്കും അത് ചിലപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന നമ്മളെ ആപ്ലിക്കേഷൻസ് വിത്ത് അവർ പറയുന്ന ഡോക്യുമെന്റ്സ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അതിനൊക്കെയായിട്ട് അതിനെ കുറച്ചും കൂടി മൊബിലൈസ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഡോക്യുമെന്റ്സിന്റെ വെരിഫിക്കേഷൻ, ആ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് ആ ഒരു പ്രോസസ്സ് സ്മൂത്തായിട്ട് ചെയ്യാനായിട്ടാണ് ഈ ഓതറൈസ്ഡ് പേഴ്സൺ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് കാറ്റഗറിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ആണ് ഇത് ഓതറൈസ്ഡ് ഡീലേഴ്സ്. അവരാരാണ്? ദീസ് ആർ ദ ബാങ്ക്സ്, ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓതറൈസ്ഡ് ബൈ ദി RBI ടു ഡീൽ ദ ഫോറിൻ എക്സ്ചേഞ്ച്. ഓക്കെ, 3 കാറ്റഗറൈസ് ചെയ്തിട്ടാണ്, 3 ലെവലിൽ ഗ്രേഡിലുള്ള ഓതറൈസ്ഡ് ഡീലേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവരെന്താണ് ചെയ്യുന്നത്? ഒരു ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് ആവശ്യമായിട്ടുള്ള ഓതറൈസേഷൻ കൊടുക്കുക. ഓക്കെ, അത് നമ്മളിപ്പോൾ കാണും. 3 ലെവലിലാണ് ഈ ഒരു ഓതറൈസ്ഡ് ഡീലേഴ്സ് ഉള്ളത്. കാറ്റഗറി 1, കാറ്റഗറി 2 ആൻഡ് കാറ്റഗറി 3. ഓക്കെ, അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഓതറൈസ്ഡ് ഡീലേഴ്സിൽ ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെ എല്ലാം മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓതറൈസ് ചെയ്തിരിക്കുന്നത് RBI ആണ്. ഓക്കെ, അതിന് ഓരോ 3 കാറ്റഗറീസിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് ഓതറൈസ്ഡ് ഡീലേഴ്സിൽ കാറ്റഗറി 1 ആണ്. ഓക്കെ, കാറ്റഗറി 1 ഈ ബാങ്കുകൾ എന്താണ് ചെയ്യുന്നത്? ദീസ് ബാങ്ക്സ് ആർ അലൗഡ് ടു ക്യാരി ഔട്ട് എ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഫോറിൻ എക്സ്ചേഞ്ച്, ലൈക്ക് ഏതാണ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ദ ഫോറിൻ കറൻസി, ഔട്ട്വേർഡ് റെമിറ്റൻസ് ഓഫ് ദ ഫണ്ട് എബ്രോഡ്, ഇഷ്യൂ ഓഫ് ദ ലെറ്റർ ഓഫ് ദ ക്രെഡിറ്റ്, ബാങ്ക് ഗ്യാരണ്ടി, അങ്ങനെയുള്ള ആ ഒരു മെയിൻ ഫങ്ഷൻസിനെ ഫോക്കസ് ചെയ്യുക. അതൊക്കെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കൊണ്ടുപോവുക. അതിനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഓതറൈസ്ഡ് ഡീലേഴ്സ് ആണ് കാറ്റഗറി 1 ഓക്കെ, ഇവരൊക്കെ ബാങ്കുകളാണ്. എന്തൊക്കെയാണ് മെയിനായിട്ട്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ദ ഫോറിൻ കറൻസി, outward remittance of the fund and abroad, then issues of the letter of credit and bank guarantees. Okay, അതാണ് കാറ്റഗറി 1 വരുന്ന അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഓതറൈസ്ഡ് ഡീലേഴ്സ് കാറ്റഗറി 2 ഉണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? These are the entities which are authorized by the RBI to carry out the specific non-trade related current account transaction, all the activities permitted the full pledged money changes and other activities. അതായത് നോൺ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസിനെ ഫങ്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതിൻ്റെതായ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഏത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്? ഓതറൈസ്ഡ് ഡീലേഴ്സ് കാറ്റഗറി 2, നോൺ സ്പെസിഫിക് ട്രേഡ് ആക്ടിവിറ്റീസ്. ഓക്കെ, അതിൽ വരുന്നത് അപ്ഗ്രേഡ് ഓഫ് ദ FMC, സെലക്ട് റീജിയൻ റൂറൽ ബാങ്കുകൾ, സെലക്ട് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ലാസ്റ്റ് കാറ്റഗറിയാണ് ഇത് 3. ദ കാറ്റഗറി 3 authorized dealers are select the financial and other institutions to carry out specific foreign transactions incidental to their business and ഇതിൽ രണ്ടിലും പെടാത്ത ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ആക്ടിവിറ്റികൾ ഉണ്ടായിരിക്കും. നമ്മൾ സെക്കൻഡിൽ എന്താണ് പറഞ്ഞത്? സ്പെസിഫിക് ആയിട്ടുള്ള നോൺ ട്രേഡ് ആക്ടിവിറ്റീസ് ആയിരുന്നു. ഇതിൽ അങ്ങനെയല്ല, സ്പെസിഫിക് ആയിട്ട് അതായത് എന്തെങ്കിലും എമർജൻസികളൊക്കെ വരുമ്പോൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഓതറൈസ്ഡ് ഡീലറാണ് കാറ്റഗറി 3 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാറ്റഗറി 1 ഉണ്ട്. കാറ്റഗറി 1 എന്താണ് വരുന്നത്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ദ ഫോറിൻ കറൻസി, റെമിറ്റൻസ്, ഇഷ്യൂ ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആൻഡ് ബാങ്ക് ഗ്യാരണ്ടി. ഓക്കെ, കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ എന്താണ്?
നോൺ ട്രേഡ്, അതായത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള നോൺ ട്രേഡ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദ കറണ്ട് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ. ഓക്കെ, ക്യാപിറ്റൽ അല്ല, കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്, അതാണ് കാറ്റഗറി 2 വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കാറ്റഗറി 3, അതായത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള, ഇത് രണ്ടിലും ചെയ്യാത്ത സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഉണ്ടായിരിക്കും. അത് ഫോളോ ചെയ്ത ആരാണ്? കാറ്റഗറി 3 ഓതറൈസ്ഡ് ഡീലേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം എന്താണ് ഓതറൈസ്ഡ് പേഴ്സൺ കണ്ടു, ഓതറൈസ്ഡ് ഡീലേഴ്സ് കണ്ടു, അതിൽ 3 കാറ്റഗറിയാണുള്ളത്. ഇനി അടുത്ത ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൻ്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് 5 മാർക്കിനായിട്ട് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ എന്താണ് FEDI, ഫെഡൈ ആൻഡ് ഇയർ, അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഏത് വർഷമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? 1958 ആണ്. ഇറ്റ്സ് എൻ അസോസിയേഷൻ ഓഫ് ദ ബാങ്ക്സ് ഡീലിംഗ് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ഫോറിൻ എക്സ്ചേഞ്ചുകളുടെ ഒരു ഡീലറായിട്ട്, ഒരു അസോസിയേഷൻ ആയിട്ടാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത്. ഏതാണ്? ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, 1958. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈയിലാണ്. ഇതിൻ്റെ ലോക്കൽ ഓഫീസുകളൊക്കെ ബാംഗ്ലൂരു, കൽക്കട്ട, ചെന്നൈ, ന്യൂദില്ലി, അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഇതിനുണ്ട്. പ്രസൻ്റ്ലി 94 മെമ്പേഴ്സാണ് ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സ് അസോസിയേഷനിൽ ഉള്ളത്. ഓക്കെ, എന്താണ് അസോസിയേഷൻ? അതായത് ഫോറിൻ എക്സ്ചേഞ്ച് ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളുടെയും അസോസിയേഷനാണ് എന്ന് പറയുന്നത് ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. 1958 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു അസോസിയേഷൻ്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് അഡ്വൈസിങ് ആൻഡ് സപ്പോർട്ടിങ് ദ മെമ്പർ ബാങ്ക് വിത്ത് ഇഷ്യൂസ് ദാറ്റ് അറൈസ് ദയർ ഡീലിങ്സ്. എന്തെങ്കിലും മെമ്പർ കൺട്രീസിൽ ഇപ്പോൾ ഏതെങ്കിലും ബാങ്കുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരികയായിരിക്കാം, അതൊക്കെ എന്ത് ചെയ്യുക? അഡ്വൈസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മെമ്പർ ബാങ്കുകളെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ അഡ്വൈസ് ചെയ്യുക. ഇസ് റിലേറ്റഡ് ടു ദ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലിങ്സ്. ദ സെക്കൻഡ് വൺ ഈസ് റീപ്രസെൻറ്റിംഗ് ദ മെമ്പർ ബാങ്ക് ഓൺ ദി RBI. ഓക്കെ, കാരണം അസോസിയേഷൻ ആയതുകൊണ്ട് തന്നെ RBIയുടെ ആ ഒരു ഓതറൈസേഷനും കൂടെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ RBIയെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ അനൗൺസ്മെൻറ്റ് ഓഫ് ദ ഡെയിലി ആൻഡ് പീരിയോഡിക്കൽ ഇൻട്രസ്റ്റ് റേറ്റ് ടു ദ മെമ്പർ ബാങ്ക്സ്. ഇപ്പോൾ നമുക്ക് ഫോറിൻ കറൻസീസിൽ അല്ലെങ്കിൽ ഫോറിൻ കൺട്രിയിൽ ഏതെങ്കിലും എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മെമ്പർ കൺട്രീസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് ആൻഡ് റൂൾസ് ഫോർ ദ ഫോറക്സ് ബിസിനസ്. ഫോറക്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ആക്ടിവിറ്റികൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഫോറക്സ് ബിസിനസ്സുകൾ ഉണ്ടായിരിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ, റൂൾസുകളെല്ലാം ഫ്രെയിം ഔട്ട് ചെയ്ത് അവരെ അറിയിക്കാം. നെക്സ്റ്റ് വൺ, ദ ട്രെയിനിങ് ഓഫ് ദ ബാങ്ക് പേഴ്സൺ ഇൻ ദ ഏരിയ ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ്. ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ്സിനെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കുക, ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളൊക്കെ സെറ്റപ്പ് ചെയ്യുക. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഫങ്ഷൻസ് ഓഫ് ഫെഡൈ ആണ്. നെക്സ്റ്റ് വൺ, അക്രഡിറ്റേഷൻ ഓഫ് ദ ഫോറക്സ് ബ്രോക്കേഴ്സ്. ഈ ഫോറക്സിന് ബ്രോക്കേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു ഫോറക്സ് ബൈങ്ങോ സെല്ലിങ്ങോ നമുക്ക് പറ്റില്ല, അതിന് നമുക്ക് ഡീലേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അവരൊക്കെ അക്രഡിറ്റേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് FEDI. എന്താണ് ഫുൾ ഫോം? എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, 1958. ദ ലാസ്റ്റ് കാറ്റഗറിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ ലാസ്റ്റ് വരുന്ന ഒരു ഐറ്റമാണ് ഓതറൈസ്ഡ് മണി ചേഞ്ചേഴ്സ്. ഓക്കെ, ആരാണ് ഈ ഒരു ഓതറൈസ്ഡ് മണി ചേഞ്ചേഴ്സ് അല്ലെങ്കിൽ AMC? നമുക്ക് നോക്കാം. ഇതും ഇതേപോലെ 2 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ പല അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റ് പോലെ ചിലപ്പോൾ ഈ 2 മാർക്ക് സ്പ്ലിറ്റപ്പ് ചെയ്യാം, ചിലപ്പോൾ അതൊരു മൊത്തമായിട്ട് ഒരുമിച്ച് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഓതറൈസ്ഡ് മണി ചേഞ്ചസ്? ദീസ് ആർ ദ എൻറ്റിറ്റീസ് authorized by the RBI under Section 10 of the Foreign Exchange Management Act. അതായത് ഫെമയുടെ ഭാഗമായിട്ട് RBI ഓതറൈസ് ചെയ്തിട്ടുള്ള എൻറ്റിറ്റീസ് ആണ്, ഫേം ആണ് എന്ന് പറയുന്നത് ഈ ഒരു ഓതറൈസ്ഡ് മണി ചേഞ്ചേഴ്സ്. ഓക്കെ, 2 കാറ്റഗറിയാണ് ഇതിൽ വരുന്നത്. ഒന്ന് ഫുൾ പ്ലഡ്ജഡ് മണി ചേഞ്ചേഴ്സ്, അതേപോലെ തന്നെ രജിസ്റ്റേർഡ് മണി ചേഞ്ചേഴ്സ്. 2 കാറ്റഗറിയാണ് പറയുന്നതാണ്, ഫുൾ ഫ്ലഡ്ജഡും അതുപോലെ തന്നെ രജിസ്റ്റേർഡും. ഫുൾ ഫ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? FFMC is an authorized money changer to purchase foreign exchange from the non-residents visiting in India residents to sell the foreign exchange for the private business traveler purpose only. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് ഫുൾ പ്ലഡ്ജിൽ പറയുന്നത് എന്താണ്? ടു പർച്ചേസ് ദ ഫോറിൻ എക്സ്ചേഞ്ച് ഫ്രം ദ നോൺ റെസിഡൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും പർച്ചേസ് ചെയ്യുക, അതേപോലെ തന്നെ ബൈ ചെയ്യുക ഫോർ ദ പ്രൈവറ്റ് ബിസിനസ് പർപ്പസിന്. അതാണ് ഫുൾ ഫ്ലഡ്ജഡ് മണി ചേഞ്ചസ്. ഇനി രജിസ്റ്റേർഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ബൈ മാത്രമേ വരുള്ളൂ.
മറ്റേതിൽ എന്ന് പറയുമെങ്കിൽ അല്ലെങ്കിൽ ഫുൾ പ്ലെഡ്ജിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ബൈയിങ് ഉണ്ട് സെല്ലിംഗ് ഉണ്ട്. ഇവിടെ ഓൺലി പെർമിറ്റഡ് ടു ബൈ ദ ഫോറിൻ കറൻസി നോട്ട്സ്, കോയിൻസ്, ട്രാവലേഴ്സ് ചെക്സ്. ഓക്കെ, അതെല്ലാം അവരെന്ത് ചെയ്യാം, ബൈയിങ് ചെയ്യാൻ മാത്രമാണ് ഏതിൽ വരുന്നത്, റെസിസ്റ്റഡ് മണി ചേഞ്ച്. അതാണ് ടേം പറയുന്നത്. ഫുൾ ഫ്ലെഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ്, ബൈയിങ്ങും ചെയ്യാം സെല്ലിങ്ങും ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. റെസ്ട്രിക്ഷൻ ആ ടേം പറയുന്ന പോലെ എന്താണ്, ഓൺലി പെർമിറ്റഡ് ടു ബൈ ദ ഫോറിൻ കറൻസീസ്, കോയിൻസ് ആൻഡ് ട്രാവലേഴ്സ് ചെക്ക്. ഓക്കെ, ഇതാണ് ഏത് പറയുന്നത്, ഓതറൈസ്ഡ് മണി ചേഞ്ചേഴ്സ്. 2 കാറ്റഗറിയാണ് ഇതിൽ പറഞ്ഞത്. ഏതൊക്കെയാണ്, ഫുൾ ഫ്ലെഡ്ജ്ഡ് മണി ചേഞ്ചേഴ്സും അതേപോലെ തന്നെ റെസിസ്റ്റഡ് മണി ചേഞ്ചേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത്. ഇനി നമുക്ക് എക്സ്ട്രാ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. അത് ഞാനൊരു നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.